ഹലോ എവ്രി വൺ, PK ലേണിംഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കായ MLT ടോപ്പിക്സിൽ നിന്നുള്ളൊരു ക്ലാസ്സാണ്. നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് യൂറിൻ അനാലിസിസിനെ പറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. MLT ടോപ്പിക്സ് എന്ന് പറയുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിന് 50 മാർക്സ് വരുന്നതാണ് അല്ലേ, സ്പെഷ്യൽ ടോപ്പിക്. ഒരു റാങ്ക് മേക്കിംഗ് ടോപ്പിക്കാണെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിനിക്കൽ പെത്തോളജിയിൽ നിന്നുള്ളൊരു യൂറിൻ അനാലിസിസ്. അപ്പോൾ നമുക്കതിനെപ്പറ്റി പഠിച്ചാലോ? ഓക്കെ, അപ്പം നമ്മൾ ഒരു ക്ലാസ് എടുക്കുമ്പോഴേക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്തതാവാം, അല്ലെങ്കിൽ സെൽഫായിട്ട് പഠിക്കുന്നതാവാം, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ സിലബസ് എടുത്തു വെച്ച് ഒരു ടോപ്പിക്ക് പഠിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ആ ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എന്തെല്ലാം ചോദിച്ചിരുന്നു എന്ന് അറിയുന്നത് ആ ടോപ്പിക്ക് പഠിക്കാൻ ഒരു മോട്ടിവേഷനാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും ആദ്യം ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചു തുടങ്ങാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും സിലബസിന്റെ ഹാർഡ് കോപ്പി വേണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഹാർഡ് കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം? സിലബസ് ഉണ്ടായിരിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഓരോ സിലബസിൽ ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ, കോഴ്സിന് ജോയിൻ ചെയ്തവരാണെങ്കിൽ ടൈം ടേബിൾ ബേസിൽ നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും എന്തൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിച്ചു എന്ന് അറിയുമ്പോൾ ആ ടോപ്പിക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ ഏത് ടോപ്പിക് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഏത് ടോപ്പിക് ആയിക്കോട്ടെ, ആദ്യം തന്നെ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് പ്രീവിയസ് ഇയർ PSC ചോദിച്ചിട്ടുണ്ട്, PSC ഏതൊക്കെ രീതിയിലാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മുൻവർഷങ്ങളിൽ PSC എന്തൊക്കെ ചോദിച്ചു എന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഡയബറ്റിസ് മെല്ലിറ്റസ് ഫ്രൂട്ടി ഓർഡർ ഓഫ് യൂറിൻ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓപ്ഷൻ A ഗ്ലൂക്കോസ്, ഓപ്ഷൻ B പ്രോട്ടീൻ, ഓപ്ഷൻ C പാസ് സെൽസ്, ഓപ്ഷൻ D അസറ്റോൺ. ഡയബറ്റിസ് മെല്ലിറ്റസിൽ യൂറിനിൻ്റെ ഫ്രൂട്ടി ഓർഡറിന് കാരണം എന്താണ്? എന്തായിരിക്കാം? ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്തേ. യെസ്, അത് അസറ്റോൺ കാരണമാണ് കേട്ടോ. ഫ്രൂട്ടി ഓർഡറിന് കാരണം എന്താണ്? അസറ്റോൺ ആണ്. ഓക്കെ, ഡയബറ്റിസ് മെല്ലിറ്റസിൽ ഫ്രൂട്ടി ഓർഡറിന് കാരണം അസറ്റോൺ ആണ്. അതായത് ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അറിയാം അല്ലേ. അപ്പോൾ ഈ ഡയബറ്റിസ് മെല്ലിറ്റസ് വരുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആയ അവസ്ഥയിൽ നമ്മൾ മെഡിസിൻ ഒന്നും കഴിച്ചു അല്ലെങ്കിൽ ഡയറ്റിലൂടെയും കൺട്രോൾ ചെയ്യുന്നില്ല, അങ്ങനെ അൺകൺട്രോൾഡ് ആയ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബോഡിക്ക് ഗ്ലൂക്കോസ് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും. കാരണം ഇൻസുലിൻ്റെ കുറവ് കാരണം, ഇൻസുലിൻ ആണ് കീ, ഗ്ലൂക്കോസ് ആണ് നമ്മൾ എനർജിക്കൊക്കെ ആവശ്യമായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഗ്ലൂക്കോസ് നമ്മൾ എനർജിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ ഇൻസുലിൻ വേണം. അപ്പോൾ ഈ ഡയബറ്റിസ് മെല്ലിറ്റസിൽ ഈ കീ ഇൻസുലിൻ കുറവായിരിക്കും അല്ലേ. 2 ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ടൈപ്പ് എ ഉണ്ട്, അതുപോലെ ഡയബറ്റീസ് ടൈപ്പ് ബി ഉണ്ട്. അപ്പോൾ അതിൽ 2 തരത്തിലായാലും നമുക്ക് എന്താണ്, ഇൻസുലിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്ന കീ ഇല്ലെങ്കിൽ ഗ്ലൂക്കോസ് നമുക്ക് എനർജി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എനർജി വേണ്ടേ? അപ്പോൾ എന്താ ചെയ്യുക? ഫാറ്റ് ഉപയോഗിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാറ്റിനെ ബ്രോക്കൺ ഡൗൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഫാറ്റിനെ ബ്രോക്കൺ ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഉണ്ടാവുക? യെസ്, അവിടെ കീറ്റോൺ ബോഡീസ് ഉണ്ടാവും. ഓക്കെ, കീറ്റോൺ ബോഡീസ്, അതായത് അസറ്റോൺ ഉണ്ടാവും. കാരണം ഫാറ്റിനെ ആയിരിക്കും എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കീറ്റോൺ ബോഡീസ് ഉണ്ടാവുന്നത് കൊണ്ടാണ്, അസറ്റോൺ ഒരു കീറ്റോൺ ബോഡിയാണ് കേട്ടോ, കീറ്റോൺ ബോഡീസ് ആണ്. അസറ്റോൺ, അസറ്റിക് ആസിഡ്, ഓക്കെ, അതൊക്കെ കീറ്റോൺ ബോഡികളാണ്. അപ്പോൾ ഈ കീറ്റോൺ ബോഡീസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ എന്താണ്, യൂറിനൊരു ഫ്രൂട്ടി ഓർഡർ ഉണ്ടായി. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഡയബറ്റിസ് മെല്ലിറ്റസിൽ എന്താണ്, ഈ ഫ്രൂട്ടി ഓർഡറിന് കാരണം എന്താണ്? ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ബോഡിക്ക് ഗ്ലൂക്കോസ് എടുക്കാൻ സാധിക്കുന്നില്ല, കാരണം ഇൻസുലിൻ ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? ബോഡി ഫാറ്റ് ഉപയോഗിച്ചു. അപ്പോൾ ഫാറ്റിന് വേണ്ടി, എനർജിക്ക് വേണ്ടി എടുത്തു കഴിഞ്ഞ് എന്തുണ്ടായി? അസറ്റോൺ ഉണ്ടായി. അതുകൊണ്ട് യൂറിന് എന്ത് ഓർഡർ വന്നു? ഫ്രൂട്ടി ഓർഡർ. ഇനി മറക്കില്ലല്ലോ. യെസ്, അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വന്നിട്ടുണ്ട്, നമുക്ക് ആ ക്വസ്റ്റ്യനും കൂടെ നോക്കിയാലോ. കീറ്റോന്യൂറിയ ഈസ് സീൻ ഇൻ. കീറ്റോന്യൂറിയ എന്താണ്? ഈ കീറ്റോന്യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
കീറ്റോന്യൂറിയ, ഇങ്ങനത്തെ ടേംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ടേംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഓരോ ടേംസും ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു MLTകളിൽ നിന്ന് MLT ടോപ്പിക്കുകളുടെ PYQ സീരീസ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MLT ടോപ്പിക്സിൽ ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഷുവർ ഷോർട്ട് ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ നമ്മൾ അത് യൂട്യൂബ് ലൈവായിട്ടും വെബിനാറുമായിട്ടും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്, കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ കീറ്റോന്യൂറിയ എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്? എന്താണ് ഈ കീറ്റോന്യൂറിയ എന്നറിയോ? കീറ്റോന്യൂറിയ എന്ന് വെച്ചാൽ യൂറിനിലൂടെ ഈ കീറ്റോൺ ബോഡീസ് പോകുന്ന ഒരു അവസ്ഥയാണ്. ഗ്ലൈക്കോസൂറിയ എന്ന് പറഞ്ഞാൽ എക്സ്ക്രീഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. ഇപ്പൊ ഇതെന്താണ്? യെസ്, കീറ്റോൺ ബോഡീസ് യൂറിനിലൂടെ പോകുന്നു. ഓക്കെ, കീറ്റോൺ ബോഡീസ് എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോൾ കീറ്റോന്യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, കീറ്റോൺ ബോഡീസ് ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോൾ കീറ്റോന്യൂറിയ കാണുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. കീറ്റോന്യൂറിയ ഈസ് സീൻ ഇൻ ഓപ്ഷൻ എ ഡയബറ്റിസ് മെല്ലിറ്റസ്, ഓപ്ഷൻ ബി ആൽക്കലോസിസ്, ഓപ്ഷൻ സി വോൺ ഗിയർക്കേസ് ഡിസീസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. കീറ്റോന്യൂറിയ എന്ന് വെച്ചാൽ യൂറിനിലൂടെ കീറ്റോൺ ബോഡി പോകുന്നു. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം അല്ലേ, ഡയബറ്റീസിലാണെന്ന് അറിയാം. ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയി കഴിഞ്ഞാൽ ബോഡി ഫാറ്റിന് എനർജിക്ക് വേണ്ടി എടുത്തിട്ട് എന്തുണ്ടാക്കുന്നു? കീറ്റോൺ ബോഡി ഉണ്ടാവുന്നു, അത് യൂറിനിലൂടെ പോകുന്നു. അപ്പോൾ കീറ്റോന്യൂറിയ ഉണ്ടാവും അല്ലേ, ഡയബറ്റീസിൽ ഉണ്ടാവും എന്നറിയാം. ഇനി ബാക്കി ഓപ്ഷൻസ്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിച്ചിട്ട് ആൻസർ ചെയ്യാവും. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താ അറിയോ? ഓടിപ്പോയിട്ട് ഓപ്ഷൻ എ അങ്ങ് മാർക്ക് ചെയ്യും. പിന്നെയാണ് ഓപ്ഷൻ ബി വായിച്ചു നോക്കുന്നത്, അയ്യോ അതിനും ഉണ്ടല്ലോ, സി നോക്കുമ്പോൾ അതിനും ഉണ്ടല്ലോ, ഡി നോക്കുമ്പോൾ ഓൾ ഓഫ് ദി അബോവ് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഹറിബറി കാണിക്കരുത്. നമ്മൾ ഒരു മാർക്കിന് തന്നെ റാങ്ക് ലിസ്റ്റിൽ വളരെ താഴെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതായിരിക്കാം? ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ആദ്യം ഓടിച്ചെന്ന് വായിച്ചിട്ട് ഡയബറ്റീസ് മെല്ലിറ്റസ് എഴുതിയവർക്കൊക്കെ തെറ്റിയില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യന് വളരെ സമാധാനത്തോടെ കംപ്ലീറ്റ് വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമുക്കറിയാം, നമ്മൾ മുന്നുള്ള ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലെ, അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആണെങ്കിൽ ബോഡിക്ക് ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇൻസുലിൻ്റെ ലാക്ക് കാരണം. അപ്പോൾ എന്താ ചെയ്യുക? ഫാറ്റി ആസിഡ്സ് എടുക്കുന്നു, കീറ്റോൺ ഉണ്ടാവുന്നു, കീറ്റോൺ യൂറിനിലൂടെ പോകുന്നു. അത് ക്ലിയർ ആണ്, അത് നമുക്കറിയാം, ഡയബറ്റീസ് മെല്ലിറ്റസ്. അടുത്തത് ആൽക്കലോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, അതായത് വളരെ പ്രൊലോങ്ഡ് വൊമിറ്റിംഗ് ഉണ്ട്. അപ്പോൾ വൊമിറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാലും എന്താ ചെയ്യുന്നത്? ബോഡിയുടെ ആസിഡ് ബഫർ സിസ്റ്റംസ് ഒക്കെ ഇതിലാവും അല്ലേ. അപ്പോൾ ഈ ഒരു പ്രൊലോങ്ഡ് വൊമിറ്റിംഗ് ഒക്കെ ഉള്ളപ്പോഴും എന്താ സംഭവിക്കുന്നത്? ഇതുപോലെ ഒരു കീറ്റോന്യൂറിയ ഉണ്ടാകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകാം. ഓക്കെ, കീറ്റോ ആൽക്കലോസിസ് ഉണ്ടായിട്ട് ഈ കീറ്റോൺ ബോഡീസ് യൂറിനിലൂടെ പുറത്തു പോകാം. അപ്പോൾ ആൽക്കലോസിസിലും വരാം. ഡയബറ്റീസ് മെല്ലിറ്റസിൽ മാത്രമല്ല, ആൽക്കലോസിസിലും കീറ്റോന്യൂറിയ ഉണ്ടാകാം. ഇനി അടുത്തത് വോൺ ഗിയർക്കേസ് ഡിസീസ്. അതാണ് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ആണ്. ഓക്കെ, അതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. അതായത് ബോഡിക്ക് എന്താ ചെയ്യുന്നത്? ഗ്ലൈക്കോജനിൽ നിന്ന് ഈ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുക? ലിപ്പോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ടേംസ് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആണ്. ലിപ്പോലൈസിസ് എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഫാറ്റ് അല്ലേ. അപ്പോൾ ഫാറ്റിൽ നിന്ന് എനർജി എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്? യെസ്, കീറ്റോൺ ബോഡീസ് അക്യുമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 കണ്ടീഷനിലും വരും അല്ലേ. അപ്പോൾ കീറ്റോന്യൂറിയ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഇത് 3ഉമാണ്. ഏതൊക്കെയാണ്? ഡയബറ്റിസ് മെല്ലിറ്റസ്, ആൽക്കലോസിസ്, വോൺ ഗിയർക്കേസ് ഡിസീസ്. PSC ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് കിട്ടണ്ടേ. അപ്പോൾ അത് മാത്രമല്ല, ചിലപ്പോൾ ഓപ്ഷൻസ് ഒക്കെ മാറി വരാം. അതുകൊണ്ട് തന്നെ PYQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MCQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വെറുതെ പഠിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് പരമാവധി MCQs കളക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതാണ് സ്മാർട്ട് സ്റ്റഡി അല്ലേ. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടാ? ഇല്ല, വെറുതെ കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് റീകോൾ ചെയ്ത് അത് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്നോന്ന് അറിയണമെങ്കിൽ പരീക്ഷകൾ എഴുതണം. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് MCQs കളക്ട് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. പരീക്ഷകൾ എഴുതണം, നിർബന്ധമായിട്ടും പരീക്ഷകൾ എഴുതി തന്നെ പഠിക്കുക. പരീക്ഷകൾക്ക് വരുന്ന മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി തിരുത്തി തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്മാർട്ട് സ്റ്റഡി ചെയ്താൽ മാത്രമേ എല്ലാവരും എക്സാമുകൾക്ക് പഠിക്കും. അതുകൊണ്ട് പഠിക്കുന്നവരെല്ലാവരും റാങ്ക് ലിസ്റ്റിൽ എത്തുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നിങ്ങൾ പഠിക്കുന്ന രീതിയിലുള്ള മിസ്റ്റേക്ക് കാരണമാണ് അല്ലേ. നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി പഠിച്ചു, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ പഠിക്കുക. എങ്ങനെ PSC അത് എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും അതിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം. അങ്ങനത്തെ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, പരീക്ഷകൾ എഴുതുക.
മാക്സിമം പരീക്ഷകൾ എഴുതുക, റിവിഷൻ നടത്തുക. ഇത് മൂന്നും സ്റ്റഡി പ്ലസ് റിവിഷൻ പ്ലസ് മോക്ക് എക്സാംസ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലിനിക്കൽ പത്തോളജി 5 മാർക്കിനാണ് ചോദ്യം വരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വരുന്നത് യൂറിൻ അനാലിസിസ്, സ്റ്റൂൾ അനാലിസിസ്, സ്പ്യൂട്ടം അനാലിസിസ്, സെമൻ അനാലിസിസ്, CSFന്റെ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, എന്താണെന്ന് അറിയോ ഈ ക്ലിനിക്കൽ പത്തോളജി? എന്താണെന്നറിയോ? എന്താ ഈ ക്ലിനിക്കൽ പത്തോളജി? അതെ, ക്ലിനിക്കൽ പത്തോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അസുഖം മനസ്സിലാക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യുന്നതാണ് ഈ ബോഡി ഫ്ലൂയിഡിൽ നിന്ന്. ഓക്കെ, നമ്മളിപ്പോൾ സ്പ്യൂട്ടം നോക്കിയിട്ട്, സെമൻ നോക്കിയിട്ട്, CSF നോക്കിയിട്ട് ഒക്കെ നമ്മളൊരു അസുഖത്തിന് ഡയഗ്നോസിസിലോട്ട് എത്തുന്നതിനെയാണ് ക്ലിനിക്കൽ പത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പലതരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ് ഉപയോഗിക്കും, ബ്ലഡ് ഉപയോഗിക്കും അല്ലേ? ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അറിയുന്നില്ല ഓരോ അസുഖങ്ങൾ എന്താണ് നമുക്കുള്ളതെന്ന്. യൂറിൻ ചെയ്യുന്നു, സ്റ്റൂൾ ചെയ്യുന്നു, സെമൻ ചെയ്യുന്നു, CSF ചെയ്യുന്നു. CSF എന്ന് പറഞ്ഞാൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്നതായിരിക്കും ക്ലിനിക്കൽ പത്തോളജിയൊക്കെ. ഓക്കെ, ബ്ലഡ് ഉണ്ട്, യൂറിൻ ഉണ്ട്, സ്റ്റൂൾ ഉണ്ട്, സ്പ്യൂട്ടം ഉണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്, സെമൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ബോഡി ഫ്ലൂയിഡ്സിന്റെ അനാലിസിസിലൂടെ നമുക്ക് ഒരു അസുഖത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന് ഓരോ ബോഡി ഫ്ലൂയിഡ് എടുക്കുമ്പോൾ ഏതൊക്കെ എക്സാമിനേഷനാണ് നടത്തുന്നത്? ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തണം, കെമിക്കൽ എക്സാമിനേഷൻ നടത്തണം, മൈക്രോസ്കോപ്പിക്കൽ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ യൂറിൻ അനാലിസിസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, യൂറിൻ അനാലിസിസിൻ്റെ ആദ്യത്തെ പാർട്ട് മാത്രമാണ്. നമ്മൾ ഓരോ ടോപ്പിക്ക് വളരെ ഡെപ്തിലായിരിക്കും പഠിച്ചു പോകേണ്ടത്, കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചു കാണുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, ഫിസിക്കൽ എക്സാമിനേഷൻ പഠിക്കും, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിനുശേഷം കെമിക്കൽ എക്സാമിനേഷൻ പഠിക്കും, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനും പഠിക്കും. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാലേ ഒന്നിൻ്റെത് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ യൂറിൻ കഴിഞ്ഞു, പിന്നെ നമ്മൾ സ്റ്റൂളിൻ്റെ പഠിക്കും, ഇതുപോലെ സെമൻ്റെ പഠിക്കും, അതുപോലെ സ്പ്യൂട്ടത്തിൻ്റെ പഠിക്കും, CSF പഠിക്കും. ഓക്കെ, അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഇതൊരു കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ബോഡി ഫ്ലൂയിഡുകൾ അനാലിസിസ് ചെയ്ത് ഒരു അസുഖത്തെ കണ്ടുപിടിക്കുന്നതിനെയാണ് ക്ലിനിക്കൽ പത്തോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പം നമ്മളിത് എങ്ങനെയാണ് ഈ സാമ്പിളുകൾ കളക്ട് ചെയ്യാന്ന് അറിയേണ്ട ജനറൽ ആയിട്ട് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്, നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ കളക്ട് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അതായത് ഈ സ്പെസിമെനുകൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈഡ് മൗത്ത് സ്പിൽ ഫ്രീ ഡിസ്പോസിബിൾ കണ്ടെയ്നേഴ്സിൽ കളക്ട് ചെയ്യുക. ഓക്കെ, എപ്പോഴും നല്ല വൈഡ് മൗത്ത്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, വൈഡ് മൗത്ത്ഡ് ആയിട്ടുള്ള സ്പിൽ ഫ്രീ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സിൽ കളക്ട് ചെയ്യുക. ഈ കളക്ട് ചെയ്യുമ്പോൾ ഇല്ലേ, അതിൽ പേഷ്യൻറ്റിൻ്റെ പേര് എഴുതുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെയിം ഓഫ് ദ പേഷ്യൻ്റ് നോട്ട് ചെയ്യുക, ടൈപ്പ് ഓഫ് സ്പെസിമെൻ നോട്ട് ചെയ്യുക, പേഷ്യൻറ്റിൻ്റെ പേര്, എന്താണ് സ്പെസിമെൻ, ID നമ്പർ നോട്ട് ചെയ്യുക, ഡേറ്റ് നോട്ട് ചെയ്യുക, ടൈം ഓഫ് കളക്ഷൻ നോട്ട് ചെയ്യുക. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? അതായത് പേഷ്യൻറ്റിൻ്റെ പേര്, പേഷ്യൻറ്റിൻ്റെ എന്താണ് സ്പെസിമെൻ, യൂറിൻ ആണോ, സ്റ്റൂൾ ആണോ, സെമൻ ആണോ, CSF ആണോ, പിന്നെ ID നമ്പർ വേണം, ഏത് ഡേറ്റിലാണ്, എന്നാണ് ഇത് കളക്ട് ചെയ്തത്, ഏത് സമയത്താണ് കളക്ട് ചെയ്തത് എന്നും നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡേറ്റ് വേണം, ടൈം വേണം. ഓക്കെ, ഇനി ഇതിപ്പോൾ ആദ്യം നമ്മൾ ഒരിടത്ത് പോയി കൊടുത്തു, അവിടെ നിന്ന് മെയിൻ ലാബിൽ കൊടുത്തായിരിക്കും അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോൾ പാലിക്കണം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും. ഓക്കെ, ഇനി അടുത്തത് അത് റെഡി ആയിരിക്കണം. ഇത് ഇപ്പം നോക്കി കുറേ നേരം കഴിഞ്ഞല്ല ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എപ്പോഴും സാമ്പിൾസ് റെഡി ആയിരിക്കണം അനാലിസിസ് നടത്താനായിട്ട്. ഓക്കെ, അടുത്തത് ഈ ഒരു പാത്തോളജി ലാബോറട്ടറിയിൽ കോമൺ ആയിട്ടുള്ള സ്പെസിമെൻ ആണ് അല്ലേ യൂറിൻ അനാലിസിസ്. യൂറിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മോസ്റ്റ് കോമൺ സ്പെസിമെൻ എക്സാമിൻഡ് ഇൻ ദ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി. യൂറിൻ എവിടെയാണ് ഉണ്ടാവുന്നത്? കിഡ്നിയിൽ അല്ലേ? യെസ്, യൂറിൻ ഇസ് ഫോംഡ് ബൈ ദ കിഡ്നീസ്. അപ്പോൾ ബോഡി വാട്ടറും അതുപോലെ ഹാംഫുൾ വേസ്റ്റ് സബ്സ്റ്റൻസസും ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് യൂറിൻ എന്ന് പറഞ്ഞ ഫോമിലൂടെയാണ് അല്ലേ. അത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു സാധാരണയായിട്ട് ബോഡിയിൽ നടക്കുന്ന ഒരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സ് അല്ലേ? യെസ്, അതൊരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂറിനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നതാണ്. അതെന്തൊക്കെയാണെന്നാണ് നോക്കണേ. അതായത് അപ്പോൾ യൂറിൻ നോക്കുന്നത് വഴി നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്ന്, ചില അസുഖങ്ങൾ, എല്ലാ അസുഖങ്ങളും അല്ല, ചില അസുഖങ്ങളുടെ ഡയഗ്നോസിസിൽ എത്താൻ സാധിക്കുന്നു, ചിലതിൻ്റെ പ്രൂഗ്നോസിസ്. ഓക്കെ, ചിലത് നമ്മൾ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ആ ഒരു പ്രൂഗ്നോസിസ് അറിയാൻ സാധിക്കുന്നു അല്ലെ, അത് എത്രത്തോളം ഓക്കെ അത് ഇമ്പ്രൂവ് ആയോ, അസുഖം കുറഞ്ഞോ, അസുഖം കൂടിയോ, അങ്ങനെ ഒരു പ്രോഗ്നോസിസിൽ എത്താൻ സാധിക്കുന്നു. കൂടുതലും കിഡ്നി റിലേറ്റഡ് അസുഖങ്ങളാണ്, അതുപോലെ ലിവർ റിലേറ്റഡ് അസുഖങ്ങൾ, അല്ലെങ്കിൽ മെറ്റബോളിക് സംബന്ധമായ അസുഖങ്ങൾ, പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, പാരസൈറ്റിക് ഇൻഫെസ്റ്റേഷൻസ്. ഓക്കെ,
അപ്പോൾ യൂറിൻ അനാലിസിസ് ചെയ്യുന്നതിലൂടെ പല അസുഖങ്ങളും ഡയഗ്നോസിസ് ചെയ്യാനും അതുപോലെ പ്രോഗ്നോസിസിലോട്ട് വരാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കിഡ്നി സംബന്ധമായ അസുഖങ്ങളാകാം, ലിവർ സംബന്ധമായ അസുഖങ്ങളാകാം, മെറ്റബോളിക് ഡിസീസസ് ആകാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആകാം, പാരസൈറ്റിക് ഇൻഫെസ്റ്റേഷൻസ് ആകാം. ഇതുകൂടാതെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റിനൊക്കെ യൂറിൻ ചെയ്യാറില്ലേ, അപ്പോൾ പ്രഗ്നൻസി അറിയാൻ, പിന്നെ ചില ഇൻഡോക്രൈൻ ഡിസോർഡേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഏതൊക്കെയാണ് നോക്കുന്നത് എന്നുള്ളത്. പിന്നെ ഡ്രഗ് ഓവർ ഡോസ്, ഇതിനെല്ലാം നമ്മൾ യൂറിൻ സ്പെസിമെൻ നോക്കാറുണ്ട്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ യൂറിൻ അനാലിസിസിലൂടെ എന്തൊക്കെ കിഡ്നി ഡിസീസസ് ആണോ, ലിവർ ഡിസീസസ് ആണോ, മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആണോ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണോ, പാരസൈറ്റിക് ഇൻഫെസ്റ്റേഷൻസ്, പ്രഗ്നൻസി, എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, ഡ്രഗ് ഓവർഡോസ്, ഇതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? വളരെ സിമ്പിൾ ആണല്ലേ ഇത് കിട്ടാനായിട്ട്, കോസ്റ്റ് അത്ര വലിയ കോസ്റ്റ് ഒന്നും വേണ്ട. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യൂറിനെ നമ്മൾ എന്ത് പറയുന്നത്, പോപ്പുലർ ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതലായിട്ട്, കാരണം വളരെ സിമ്പിളാണ് എടുക്കാൻ, ബ്ലഡ് എടുക്കുന്നത് പോലെ വേദനയൊന്നും ഇല്ലല്ലോ അല്ലേ, അത് എടുക്കുക, ഒബ്റ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്, കോസ്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ പോപ്പുലർ ടൂളാന്ന് പറയാം. എന്തൊക്കെ തരത്തിലാണ് നമ്മൾ എടുക്കുക? 3 തരത്തിലാണ്. ഒന്ന് റാൻഡം ആയിട്ടുള്ളത്, ഏതെങ്കിലും സമയത്ത് എടുക്കുന്നു, പിന്നെ ഏർലി മോർണിംഗിൽ എടുക്കുന്നു, പിന്നെ ഈ 24 hours എടുക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. റാൻഡം സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? റാൻഡം സ്പെസിമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയമൊന്നും നോക്കുന്നില്ല, ഏതെങ്കിലും ഒരു സമയം, ഏത് ഭക്ഷണം കഴിച്ചോ അങ്ങനെയൊന്നും നോക്കുന്നില്ല, റാൻഡം ആയിട്ട് അങ്ങ് എടുക്കുക ചെയ്യുന്നത്. ഒരു വൈഡ് മൗത്ത്ഡ് കണ്ടെയ്നറിൽ എടുക്കുന്നു. എടുക്കുന്നതിന് മുന്നേ എക്സ്റ്റേണൽ ജെനിറ്റാലിയ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം, മൈൽഡ് വാട്ടർ സോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു വൈഡ് മൗത്ത്ഡ് കണ്ടെയ്നറിൽ യൂറിൻ എടുക്കുന്നു. ഓക്കെ, ഇനി ചിലപ്പോൾ കത്തീറ്റർ ഉപയോഗിച്ചെടുക്കേണ്ടി വരും ചില നെസസറി കണ്ടീഷൻസിൽ. പിന്നെ ചില കുട്ടികളിലും വയസ്സായവരിലും ചിലപ്പോൾ യൂറിൻ കളക്ഷൻ ബാഗുകൾ വെക്കേണ്ടി വരും. ഓക്കെ, മെയിൻ കാര്യം എന്താണ്? ഏതെങ്കിലും ഒരു സമയത്ത് എടുക്കുന്നു, റാൻഡം ആയിട്ട് എടുക്കുന്നു. ഇനി ഏർലി മോർണിംഗ് സാമ്പിൾ എങ്ങനെയാണ് എടുക്കണമെന്ന് അറിയോ? ഏർലി മോർണിംഗ് സാമ്പിൾ എങ്ങനെയാ? ഒരു ക്ലീൻ ഏർലി മോർണിംഗ് ഫാസ്റ്റിംഗ് സ്പെസിമെൻ എടുക്കുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിൻ്റെ പ്രത്യേകത എന്താണ്? എ ക്ലീൻ ഏർലി മോർണിംഗ് ഫാസ്റ്റിംഗ് സ്പെസിമെൻ്റെ പ്രത്യേകത എന്താണ്? അത് വളരെ കോൺസെൻട്രേറ്റഡ് ആണ്, ദ മോസ്റ്റ് കോൺസെൻട്രേറ്റഡ് സ്പെസിമെൻ. അതുകൊണ്ട് തന്നെ ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ, അബ്നോർമൽ കോൺസ്റ്റിറ്റ്യുവൻസ് അറിയാനൊക്കെ ഉപയോഗിക്കാം. ക്ലിയർ ആണോ? ഏർലി മോർണിംഗ് ഫാസ്റ്റിംഗ് സ്പെസിമെൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിന് ഉപയോഗിക്കാം, ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റിന് ഉപയോഗിക്കാം, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമൽ കോൺസ്റ്റിറ്റ്യുവൻസ് യൂറിനിലുണ്ടോ എന്ന് അറിയാനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഒന്നും കൂടെ ഉണ്ടല്ലേ, 24 hour സ്പെസിമെൻ, അതായത് ഒരു സ്പെഷ്യൽ കണ്ടെയ്നർ 2.5 മുതൽ 5 ലിറ്റർ ഉള്ള ഒരു കണ്ടെയ്നറിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുക. ഈ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തതിന് ശേഷം 24 മണിക്കൂറിലുള്ള യൂറിൻ കളക്ട് ചെയ്യും. അതായത് 8 മണി മുതൽ അടുത്ത രാവിലെ 8 മണി വരെ. ഓക്കെ, അപ്പോൾ 24 മണിക്കൂറുള്ള യൂറിൻ നോക്കും. എന്തിനാ അത് എന്ത് മനസ്സിലാക്കാനായിരിക്കും? കിഡ്നിക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാനായിരിക്കും. ക്ലിയർ അല്ലേ? അതുപോലെ ക്ലിയറൻസ് ടെസ്റ്റുകൾ, പ്രോട്ടീൻ മെഷർ ചെയ്യാൻ, ഹോർമോൺ, മിനറലുകൾ, കെമിക്കൽ കോമ്പൗണ്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു 24 hour യൂറിൻ സ്പെസിമെൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം വെച്ചിരിക്കണ്ടേ? അപ്പോൾ കേടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ആഡ് ചെയ്യും? പ്രിസർവേറ്റീവ് ആഡ് ചെയ്യും. അല്ലെങ്കിൽ യൂറിൻ്റെ കളറിൽ വ്യത്യാസം വരും, pH വ്യത്യാസം വരും, യൂറിനിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 24 മണിക്കൂർ വെച്ചിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും. കുറേ നേരം വെച്ചിരിക്കണ്ടേ? അപ്പോൾ ഏതൊക്കെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുക? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓരോ സ്ലൈഡിൽ ഓരോ ലൈൻ ബൈ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിത് VHSC ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഇപ്പോൾ ഒരു ജൂനിയർ ലാബിൻ്റെ കണ്ടന്റുകൾ നമ്മൾ കൂടുതലും VHSC ടെക്സ്റ്റ് ബുക്കുകൾ, ഡിപ്ലോമ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രിസർവേറ്റീവുകളായിട്ട് ഉപയോഗിക്കുന്നത് ടൊളുവിൻ, ഫോർമാൽഡിഹൈഡ്, ക്ലോറോഫോം, ബോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി ഹെമറ്റോളജി അതിൻ്റെതായ ടെക്സ്റ്റ് ബുക്കുകൾ. കാരണം വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണല്ലേ, 50 മാർക്കിന് വളരെ വാസ്റ്റ് ആയിട്ടുള്ള. പക്ഷേ അത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ആദ്യത്തെ കുറച്ച് മാത്രമേ ടിപ്പിക്കൽ ലാബ് ഉള്ളൂ. ബാക്കി ഹെമറ്റോളജി, പെത്തോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി ഒക്കെ തന്നെയാണ് ഈ വലിച്ചു നീട്ടി 50 മാർക്കായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 50 മാർക്ക് MLT ബേസ് ഇല്ല, ഞങ്ങൾ എങ്ങനെ പഠിക്കും എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ബാക്കിയെല്ലാം. ഈ ഒരു ആദ്യത്തെ മോഡ്യൂൾ ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ മുന്നേ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് തന്നെയാണ്, കുറച്ചുകൂടെ ഡെപ്തിൽ പഠിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ ഈ MLT ടോപ്പിക്സിന് വേണ്ടിയും നിങ്ങൾക്ക് ഞങ്ങളൊരു ലാബ് പൾസ് ബാച്ചുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ MLT ടോപ്പിക്സ് മാത്രം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെ എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, കാരണം MLT ടോപ്പിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താ? റാങ്ക് മേക്കിംഗ് ടോപ്പിക് ആണ് അല്ലേ? ഈ ഒരു MLT ടോപ്പിക്സ് നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും റാങ്ക് സ്കോർ, ബാക്കിയൊന്നും പഠിക്കേണ്ടെന്നല്ല, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഒരുവിധം അറിയുന്ന സബ്ജക്ട്സ് ആണ്. പക്ഷേ MLT ആണ് എല്ലാവർക്കും ടെൻഷൻ ഉള്ളത് അല്ലേ? MLT എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളതാണ്. ഒരു ടെൻഷനും വേണ്ട, MLT വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. MLTയുടെ മൊഡ്യൂളുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ യൂറിൻ്റെ പ്രിസർവേറ്റീവിൽ നിന്ന് മുന്നേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ PYQ ഉണ്ടെന്ന് പറയുന്നത് വളരെ സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാ പ്രിസർവേറ്റീവുകൾ? ടൊളുവിൻ ഉണ്ട്, ഫോർമാൽഡിഹൈഡ് ഉണ്ട്, ക്ലോറോഫോം ഉണ്ട്, ബോറിക് ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഏതൊക്കെയാണ്? നോട്ട് ചെയ്ത് വെക്കണം. ക്ലാസ്സിൻ്റെ കൂടെ ലെക്ചർ നോട്ട്സ് എഴുതി പോവുക. ഏതൊക്കെയാണ്? ടൊളുവിൻ ഉണ്ട്, അതിനുശേഷം ഫോർമാൽഡിഹൈഡ് ഉണ്ട്, ടൊളുവിൻ, ഫോർമാൽഡിഹൈഡ്, ക്ലോറോഫോം, ബോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ്? ഏത് സ്പെസിമെൻ്റെയും ഏറ്റവും ആദ്യം നോക്കുന്നത് ഏതാണ്? ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഒരു റുട്ടീൻ എക്സാമിനേഷൻ തുടങ്ങുന്നത് ഫിസിക്കൽ എക്സാമിനേഷനിൽ നിന്നാണ്. ഫിസിക്കൽ എക്സാമിനേഷനിൽ എന്തൊക്കെയാണ് നോക്കുക? അപ്പിയറൻസ് നോക്കുക, അതായത് കളറും ട്രാൻസ്പാരൻസിയും. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കും, വോളിയം, റിയാക്ഷൻ, ഓർഡർ. എന്തൊക്കെയാണ് നോക്കുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ക്ലാസ്സിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പിയറൻസ് എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഫസ്റ്റ് കളർ നോക്കണം, ട്രാൻസ്പാരൻസി നോക്കണം, എത്രത്തോളം ട്രാൻസ്പാരൻ്റ് ആണ്, സ്പെസിഫിക് ഗ്രാവിറ്റി, വോളിയം, റിയാക്ഷൻ, ഓർഡർ. 1 2 3 4 5 6 കാര്യങ്ങൾ നോക്കി. എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. എന്തൊക്കെയാണ്? കളർ നോക്കി, ട്രാൻസ്പാരൻസി നോക്കി, സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കി, വോളിയം നോക്കി, റിയാക്ഷൻ നോക്കി, ഓർഡർ നോക്കി. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ലത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കളക്ഷൻ നോക്കണേ. കുറേ നേരം വെച്ചിരുന്നു കഴിഞ്ഞാൽ എല്ലാം വ്യത്യാസം വരും. കളറിൽ വ്യത്യാസം, ഓർഡറിൽ വ്യത്യാസം, എല്ലാം വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കളക്ഷൻ നോക്കുന്നതാണ് നല്ലത്. നമുക്ക് ആദ്യം എന്താ നോക്കാൻ പോകുന്നത്? കളറ്, യൂറിൻ്റെ കളറ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ പേപ്പറിലാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ബുക്കിലാണെങ്കിൽ നിങ്ങളൊരു ടേബിൾ പോലെ വരയ്ക്കുക. എന്നിട്ട് നോർമൽ ആയിട്ടുള്ളത് ഫസ്റ്റ് ടേബിളിൽ എഴുതുക. നോർമൽ യൂറിൻ അനാലിസിസിൽ ഇവിടെ കളർന്ന് എഴുതുക. നോർമൽ കളർ ഏതാണ്? സ്ട്രോ കളർ. പിന്നെ ബാക്കി അബ്നോർമൽ ആയിട്ടുള്ള കളറുകൾ. അപ്പോൾ ഓരോ കളർ, അതായത് ഡീപ്പ് യെല്ലോ എന്തിനൊക്കെ വരുന്നു, റെഡ് ടു ബ്രൗൺ എന്തിനൊക്കെ വരുന്നു, ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പം നിങ്ങൾക്കത് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിൽ പേസ്റ്റ് ചെയ്ത് വെച്ചാലും മതിയാകും. ഓക്കെ, റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെ കളർ? നോർമൽ കളർ ഇനി മറക്കില്ല. എന്താണ് നോർമൽ കളർ? സ്ട്രോ കളർ. അതിന് കാരണം എന്താണെന്നും പഠിക്കുക. എന്ത് കാര്യം പഠിക്കുമ്പോഴും അങ്ങ് മകപ്പേരുത്. വൈ കൊച്ചു കുട്ടികൾ ചോദിക്കില്ലേ എന്താന്ന്, അതുപോലെ വേണം നിങ്ങളും പഠിക്കാൻ. പുതിയൊരു സബ്ജക്റ്റുകളും എല്ലാം പഠിക്കുമ്പോഴും എന്തുകൊണ്ട് ആ വൈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ നിങ്ങളിലുള്ളിലുണ്ടെങ്കിൽ നമുക്കിനി അസേർഷൻ റീസണിങ് വന്നാലോ ഒന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട. കാരണം നമുക്കറിയാം അതിൻ്റെ കൺസെപ്റ്റ്. എന്തുകൊണ്ടാണ് സ്ട്രോ കളർ? യൂറോക്രോം കാരണമാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ക്ലിയർ? അല്ല ഇപ്പം ഞാൻ സ്ട്രോ കളറാന്ന് പറഞ്ഞാൽ അങ്ങ് മകപ്പ് ചെയ്ത് വിശ്വസിക്കേണ്ട. ആര് പറയുന്ന ഒരു കാര്യവും വിശ്വസിക്കരുത്. നമുക്കത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി പഠിക്കേണ്ട ആവശ്യകതയെ പറ്റി ഒന്ന് മനസ്സിലാക്കി ചേരുന്നതാണ് കേട്ടോ. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ വന്നോട്ടെ, PSC ഏത് ലെവലിൽ ചോദിച്ചോട്ടെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ലബോറട്ടറി അസിസ്റ്റന്റ് JLA ഇതുവരെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ലാബ് ടെക്നീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വളരെ ടഫായിട്ടുള്ള കൂടുതലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകളാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ PSCക്ക് ഇനി അടുത്ത ജൂനിയർ ലാബ് അസിസ്റ്റന്റ് അങ്ങനെ ചോദിച്ചുകൂടായ്മയില്ല. നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാൻ പറയുന്നതല്ല. ലാബ് ടെക്നീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ കൂടുതലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ പിന്നെ ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് ശീലിക്കണം. അസേർഷൻ റീസണിങ്ങും സ്റ്റേറ്റ്മെൻറ്റും. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ക്ലാസ്സസിൻ്റെ കൂടെ തന്നെ ഓരോ ക്ലാസ്സിലും നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൂടാതെ എക്സാംസുകൾ ഉണ്ടായിരിക്കും. മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. എന്നാൽ മാത്രമേ, അല്ലാതെ പഠിച്ചുകൊണ്ട് മാത്രം മാക്സിമം പഠിച്ചിട്ട് അപ്പം ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കത് അത്ര കോൺഫിഡൻറ്റോടെ എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എത്രത്തോളം ട്രെയിൻഡ് ആണോ പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ എത്രത്തോളം ട്രെയിൻഡ് ആണോ അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും.
അപ്പം നോർമൽ കളർ മറന്നിട്ടില്ലല്ലോ, സ്ട്രോ കളേർഡ് യൂറോക്രോം. അപ്പോൾ ഡീപ്പ് യെല്ലോ കളർ എന്താ? ഡീപ്പ് യെല്ലോ മൈൽഡ് ടു സിവിയർ ഡീഹൈഡ്രേഷൻ, ജോണ്ടിസ്, ബി കോംപ്ലെക്സ് തെറാപ്പി. അറിയാലേ, എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യൂറിൻ വളരെ ഡീപ്പ് യെല്ലോ കളറിലായിരിക്കും ഈ വൈറ്റമിൻ ബി കോംപ്ലെക്സ് ഒക്കെ കഴിക്കുമ്പോൾ. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇനി റെഡ് അല്ലെങ്കിൽ ബ്രൗൺ കളറിന് കാരണം ഹെമറ്റൂറിയ. എന്താണ് ഈ ഹെമറ്റൂറിയ? ടൈപ്പ് ചെയ്തേ, കമന്റ് ചെയ്തേ. നേരത്തെ ഞാൻ കീറ്റോന്യൂറിയ പറഞ്ഞു, ഗ്ലൈക്കോസൂറിയ പറഞ്ഞു. അടുത്ത ഹെമറ്റൂറിയ എന്ന് വെച്ചാൽ ബ്ലഡ് ഇൻ യൂറിൻ. ഓക്കെ, ഹീമോഗ്ലോബിനൂറിയ, മയോഗ്ലോബിനൂറിയ, പോർഫൈറിയ, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ യൂറിൻ്റെ കളർ എന്താ? റെഡ് അല്ലെങ്കിൽ ബ്രൗൺ കളർ. റെഡ് ബ്രൗൺ അത് ആ ഒരു ഇതിൽ വരുവേ. ഇനി അടുത്തത് ബ്രൗൺ മുതൽ ബ്ലാക്ക് വരെ വരും. ഏത് കണ്ടീഷൻസിലാ? ആൽക്കപ്റ്റോന്യൂറിയ, മെത്തമോഗ്ലോബിനൂറിയ. ബ്രൗൺ ടു ബ്ലാക്ക് വരുന്നത് ആൽക്കപ്റ്റോന്യൂറിയ, മെത്തമോഗ്ലോബിനൂറിയ. ഇനി മിൽക്കി വരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? മിൽക്കി, കൈലൂറിയ, ലിംഫിന്റെ പ്രസൻസ് കാരണമാണ്. മിൽക്കി വരാൻ കാരണം എന്താണ്? ലിംഫിന്റെ പ്രസൻസ് കാരണമാണ്. കൈലൂറിയ എന്ന് പറയുന്ന കണ്ടീഷൻസിലാണ്. ഓക്കെ, അടുത്തത് കളറിന് ശേഷം എന്താ പറഞ്ഞ? ട്രാൻസ്പെറൻസി അല്ലേ. അപ്പൊ നോർമലി എന്താന്ന് അറിയണം. എങ്ങനെയാണ് നോർമലി? ഫ്രഷ് ആണ്, ക്ലിയർ ആണ്, ട്രാൻസ്പാരന്റ് ആണ്. കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് ടർബിഡ് ആകും. കാരണം എന്താ ടർബിഡ് ആകാൻ കാരണം? യൂറിയ ഇസ് ബീങ് ആക്റ്റഡ് ബൈ ദ ബാക്ടീരിയ, അല്ലെങ്കിൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ, പസ് സെൽസ്, ബ്ലഡ്, ബാക്ടീരിയ, യൂറേറ്റ്, ഫോസ്ഫേറ്റ്. നോർമലി ക്ലിയർ ആൻഡ് ട്രാൻസ്പാരന്റ് ആണ്. കുറെ നേരം ഇരുന്നാൽ ടർബിഡ് ആവും. അതിന് കാരണം എന്താണ്? യെസ്, യൂറിയ ഈസ് ബീങ് ആക്റ്റഡ് ബൈ ബാക്ടീരിയ കയറി ആക്ട് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ പ്രോട്ടീനിന്റെ പ്രസൻസ്, പസ്സെല്ല്, ബ്ലഡ് ഒക്കെ ഇല്ലേ. അപ്പൊ അതൊക്കെ കാരണം ടർബിഡിറ്റി വരാം. നോർമലി ടർബിഡിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ കളർ പറഞ്ഞു. നോർമൽ കളർ സ്ട്രോ കളർ ഡ്യൂ ടു യൂറോക്രോം. നോർമലി ഇറ്റ് ഈസ് ക്ലിയർ ആൻഡ് ട്രാൻസ്പാരന്റ്. നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1.0102 to 1.0102 to 1.025 നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇനി കൂടിയാലും പ്രശ്നമോ കുറഞ്ഞാലും പ്രശ്നമോ? കൂടിയാൽ എന്താ പ്രശ്നം? സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയെന്ന് വെച്ചോ എന്താ? സിവിയർ ഡീഹൈഡ്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡയബറ്റിസ് മെല്ലിറ്റസ്, അല്ലെങ്കിൽ അഡ്രീനൽ ഇൻസഫിഷ്യൻസി. ഇനി കുറഞ്ഞെന്ന് വെച്ചാൽ എന്താ പ്രശ്നം? നോർമൽ വാല്യൂ പഠിച്ചു വെക്കുക. ലോ എപ്പോഴാ, ഹൈ എപ്പോഴാ? ഹൈ വരുന്നത് സിവിയർ ഡീഹൈഡ്രേഷൻ, ഡയബറ്റിസ് മെല്ലിറ്റസ്, അഡ്രീനൽ ഇൻസഫിഷ്യൻസി. ലോ വരുന്നത് എപ്പോഴാ? ഇൻക്രീസ്ഡ് വാട്ടർ ഔട്ട്പുട്ട് ആസ് ഇൻ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുറയുന്നതും പഠിക്കുക. നമ്മുടെ ലാബിൻ്റെ എല്ലാത്തിൻ്റെ നോർമൽ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. കുറഞ്ഞ ഹൈപ്പോ, കൂടിയ ഹൈപ്പർ അല്ലേ. അപ്പോൾ കൂടുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? മോർ ദാൻ 1.025 ആണെങ്കിൽ സിവിയർ ഡീഹൈഡ്രേഷൻ, ഡയബറ്റിസ് മെല്ലിറ്റസ്, അഡ്രീനൽ ഇൻസഫിഷ്യൻസി. ലോവർ വാല്യൂ ആണെങ്കിൽ എന്താണ്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അതുപോലെ തന്നെ ലോ ഫിക്സഡ് സ്പെസിഫിക് ഗ്രാവിറ്റി യൂഷ്വലി ഫൗണ്ട് ഇൻ ക്രോണിക് റീനൽ ഫെയിലിയർ. എങ്ങനെയായി സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത്? PYQ ചോദിച്ചതാണ്. എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് മെഷേർഡ് ബൈ എ യൂറിനോമീറ്റർ ഓർ റിഫ്രാക്ടോമീറ്റർ. യൂറിനോമീറ്റർ ഉപയോഗിച്ച് എന്ത് മെഷർ ചെയ്യും? PYQ ആണ്. യെസ്, ഇറ്റ് ഈസ് എ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇനി വോളിയം അടുത്ത ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ കളർ പറഞ്ഞു, ട്രാൻസ്പാരൻസി പറഞ്ഞു, സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞു. ഇനി വോളിയം ആണ് ഇമ്പോർട്ടൻറ്റ്. വോളിയം. അപ്പം നോർമൽ ഞാൻ പറഞ്ഞു എല്ലാത്തിൻ്റെയും യൂറിൻ അനാലിസിസ് എഴുതിയിട്ട് കളർ, ട്രാൻസ്പാരൻസി, വോളിയം. അപ്പോൾ അവിടെ നോർമൽ എഴുതുക. എത്രയാണ്? 1.5 ലിറ്റർ ആണ് ഒരു ദിവസം. 1000 to 1500 ml per day. അപ്പോൾ അത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ എത്ര ഫ്ലൂയിഡ് കുടിച്ചു, അല്ലെങ്കിൽ സോല്യൂട്ടിൻ്റെ ലോഡ്, ലോസ് ഓഫ് ഫ്ലൂയിഡ് ബൈ സ്കിൻ ഓർ അതർവൈസ്, അല്ലെങ്കിൽ ക്ലൈമറ്റിക് കണ്ടീഷൻസ് അല്ലേ, ചൂട് സമയം തണുപ്പ് സമയമൊക്കെ വ്യത്യാസമായിരിക്കില്ലേ. അപ്പോൾ യൂറിൻ ഔട്ട്പുട്ട് ഒരുമിച്ച് എഴുതണം. മോർ ദാൻ 3 ലിറ്റർ പോളി യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലിറ്ററിൽ കൂടുതൽ യൂറിൻ പോകുന്ന അവസ്ഥയാണ്. 1.5 ലിറ്റർ ആണ് ഒരു ദിവസം നോർമൽ. ഒരു ദിവസം 3 ലിറ്ററിൽ കൂടുതൽ യൂറിൻ പോകുന്നെങ്കിൽ അതിനെ പോളി യൂറിയ എന്ന് പറയും. അത് ഏത് കണ്ടീഷൻസിലാണ്? നമുക്കറിയാം, ഡയബറ്റിസ് മെല്ലിറ്റസിൽ പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫേജിയ ഉണ്ടാവും അല്ലേ. ഭയങ്കര വിശപ്പ്, ഭയങ്കര ദാഹം, ഭയങ്കരമായിട്ട് യൂറിൻ പോകാനുള്ള ടെൻഡൻസി. അപ്പോൾ ഒന്ന് ഡയബറ്റിസ് മെല്ലിറ്റസ്, അടുത്തത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. പിന്നെ എന്തെങ്കിലും ഒരു അക്യൂട്ട് റീനൽ ഫെയിലിയർ വന്നിട്ടുള്ള റിക്കവറി സ്റ്റേജ്, അല്ലെങ്കിൽ ഡയൂററ്റിക്കിന് മരുന്നുകൾ കഴിച്ചാൽ, ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് യൂറിൻ്റെ ഔട്ട്പുട്ട് 3 ലിറ്ററിൽ കൂടുതലുള്ളത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഭയങ്കര കുറവാണ് കേട്ടോ. 500 ml, 1/2 ലിറ്ററിലും കുറവുള്ള അവസ്ഥയിൽ എന്താ പറയുക? ഒളിഗ്യൂറിയ എന്ന് പറയും. ഓക്കെ, ഒളിഗ്യൂറിയ ഉണ്ടാകുന്ന കണ്ടീഷൻ എന്തൊക്കെയാണ്? അക്യൂട്ട് റീനൽ ഫെയിലിയർ, വോമിറ്റിംഗ്, ഫീവർ, ബേൺസ്. ക്ലിയർ ആണോ?
അപ്പോൾ യൂറിൻ ഔട്ട്പുട്ട് ലെസ് ദാൻ 500 മില്ലിഗ്രാം പെർ ഡേ ആണ് ഒളിഗൂറിയ. ഒളിഗൂറിയ ഉണ്ടാവുന്ന കണ്ടീഷൻസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ, വോമിറ്റിംഗ്, ഫീവർ, ബേൺസ്. ക്ലിയർ ആണോ? അക്യൂട്ട് റീനൽ ഫെയിലിയർ, വോമിറ്റിംഗ്, ഫീവർ, ബേൺസ്. ക്ലിയർ അല്ലേ? ഇനി വേറൊരു കൂടുന്നത് പറഞ്ഞു, പോളിയൂറിയ പറഞ്ഞു, ഒളിഗൂറിയ പറഞ്ഞു. ഇനി ഇല്ലാത്തൊരവസ്ഥയെ സപ്രഷൻ ഓഫ് യൂറിൻ ഔട്ട്പുട്ട് ആണ് അനൂറിയ എന്ന് പറയുന്നത് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു 12 മണിക്കൂറിൽ ആകെ 50 ml കുറവൊക്കെ യൂറിൻ ഉണ്ടാവുള്ളൂ. അതിനെ അനൂറിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിത് എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഒരു വോളിമെട്രിക് സിലിണ്ടർ ഉപയോഗിച്ചാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. നമ്മളിവിടെ വരെ എത്തിയത്. ഓക്കെ, അടുത്തതായിട്ട് റിയാക്ഷൻ നോക്കാം. റിയാക്ഷൻ അല്ലെങ്കിൽ pH. അതായത് നോർമൽ ഫ്രഷ് യൂറിൻ എന്ന് പറയുന്നത് അസിഡിക് pH. ഏത് pH ആണെന്നാണ് കേട്ടോ. അസിഡിക് pH ആയിരിക്കും. അതായത് അപ്രോക്സിമേറ്റ്ലി 6 pH വരും. ഓക്കെ, അപ്പോൾ ചിലപ്പം അവരുടെ ആസിഡ് ബേസ് സ്റ്റാറ്റസ് ചിലരിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ pHന്റെ റേഞ്ച് നമുക്ക് പറയാം 4.5ലും 8നും ഇടയ്ക്ക് പറയാം. അപ്പോൾ 8.5ൽ കൂടിയാൽ എന്താ അവസ്ഥ? അത് ഭയങ്കര ഹെവി മീൽസ് കഴിച്ചാലോ, യൂറിനറി ട്രാക്ട് ഒബ്സ്ട്രക്ഷന് ശേഷമോ, ക്രോണിക് റീനൽ ഫെയിലിയറിന് ശേഷമോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ യൂറിനിന്റെ pH 8.5ൽ കൂടുന്ന അവസ്ഥ എന്താണ്? ആഫ്റ്റർ ഹെവി മീൽസ്, യൂറിനറി ട്രാക്ട് ഒബ്സ്ട്രക്ഷൻ, ക്രോണിക് റീനൽ ഫെയിലിയർ. ഇനി 4.5ലും കുറയുന്ന കണ്ടീഷൻ എന്താണ്? വളരെ ഹെവി എക്സസൈസിന് ശേഷം, ആഫ്റ്റർ ഹെവി എക്സസൈസ്, മെറ്റബോളിക് അസിഡോസിസ്, ക്രോണിക് റെസ്പിറേറ്ററി അസിഡോസിസ്, അൺകൺട്രോൾഡ് ഡയബറ്റിസ്. ഓക്കെ, അപ്പോൾ pH നോർമൽ മനസ്സിലായി. 4.5ലും 8നും ഇടയ്ക്ക്. 8.5ൽ കൂടുന്ന അവസ്ഥ ആഫ്റ്റർ ഹെവി മീൽസ്, യൂറിനറി ട്രാക്ട് ഒബ്സ്ട്രക്ഷൻ, ക്രോണിക് റീനൽ ഫെയിലിയർ. ഇനി 4.5ൽ കുറയുന്നത് എവിടെയാണ്? ആഫ്റ്റർ ഹെവി എക്സസൈസ്, മെറ്റബോളിക് അസിഡോസിസ്, അൺകൺട്രോൾഡ് ഡയബറ്റിസ്, റെസ്പിറേറ്ററി അസിഡോസിസിലൊക്കെയാണ്. അപ്പോൾ 4.5ലും 8നും ഇടയ്ക്ക് വരണം അല്ലേ? ഒരു വളരെ അസിഡിക് ആയാലും പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ വളരെ ആൽക്കലൈൻ ആയാലും ഇറ്റ് ഇസ് എ പുവർലി കളക്റ്റഡ് സ്പെസിമെൻ എന്ന് പറയും. നമ്മൾ എങ്ങനെയാ നോക്കുക? ഇത് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് അല്ലേ? നമുക്ക് മുന്നേ അറിയാം ആസിഡ് ബേസ് ഒക്കെ നോക്കുന്നത് ലിറ്റ്മസ് പേപ്പർ, അല്ലെങ്കിൽ ഇപ്പോൾ pH പേപ്പർ ഒക്കെ അവൈലബിൾ ആണ്, റിയേജന്റ് സ്ട്രിപ്പ് അതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ pH മെഷർ ചെയ്യുന്നത്. അപ്പൊ കളർ നോക്കി, ട്രാൻസ്പെറൻസി നോക്കി അല്ലെ? കളർ, ട്രാൻസ്പെറൻസി, സ്പെസിഫിക് ഗ്രാവിറ്റി, വോളിയം നോക്കി. അടുത്തത് ഓർഡർ നോക്കാൻ പോവാണ്. ഓക്കെ, ഓർഡറിൽ എന്താ നോക്കണത്? നമുക്ക് നോർമലി ഏത് ഓർഡറാ? സ്ലൈറ്റ്ലി ആരോമാറ്റിക് ആണ്. ഓക്കെ, പക്ഷെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ വളരെ അമ്മോണിയാക്കൽ സ്മെല്ലായിരിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോർമൽ ഒക്കെ പഠിക്കുക. നോർമൽ കളർ സ്ട്രോക്ക് കളേർഡ് അല്ലെ? നോർമലി ഇറ്റ് ഈസ് ക്ലിയർ ആൻഡ് ട്രാൻസ്പാരന്റ്. നോർമൽ, അപ്പൊ എല്ലാ നോർമൽ കാര്യങ്ങളും അല്ലെ? ഓർഡർ എന്താണ്? സ്ലൈറ്റ്ലി ആരോമാറ്റിക്. അമോണിയാക്കൽ വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉള്ളപ്പോഴാണ്. ഇനി ഫ്രൂട്ടി ഓർഡർ വരുന്നത് എവിടെയാ? നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ? PYQ. ഫ്രൂട്ടി ഓർഡർ വരുന്നത് എപ്പോഴാണ്? ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയ അവസ്ഥയിൽ കീറ്റോൺ ബോഡീസ് കാരണമാണ്. ഇനി ഒരു പ്യൂട്രിഡ് അല്ലെങ്കിൽ ഫൗൾ സ്മെല്ല് വരുന്നത് എപ്പോഴാണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളപ്പോഴാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ചെറിയൊരു ടോപ്പിക് പഠിച്ചു അല്ലെ? യൂറിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ പഠിച്ചു. അത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? നമുക്കപ്പോൾ അതിൽ നിന്ന് ഉള്ള PYQs നമ്മൾ കണ്ടു അല്ലെ? ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മുൻവർഷങ്ങളിൽ PSC ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടു. ഇനി നമുക്ക് കുറച്ച് MCQs ചെയ്താലോ? ആ ഒരു ടോപ്പിക്ക് തറോ ആകാൻ നമുക്ക് MCQs ചെയ്തു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു മെഷർ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ? ഓപ്ഷൻ എ കളറിമീറ്റർ, ഓപ്ഷൻ ബി ഹീമോസൈറ്റോമീറ്റർ, ഓപ്ഷൻ സി യൂറിനോമീറ്റർ, ഓപ്ഷൻ ഡി സെൻട്രിഫ്യൂജ്. എന്താ വരിക? യെസ്, യൂറിനോമീറ്റർ ആണ് അല്ലേ? യൂറിനോമീറ്റർ ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് 24-hour urine collection. First urine passed at the beginning of collection period is discarded. The last urine passed exactly at the end of 24 hours is included. Preservatives are added mainly to prevent the changes in urine composition during storage. Early morning urine is preferred specimen for clearance test. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കണത് എന്താ ചോദിച്ചേക്കണത്? കറക്റ്റ് ആണ്. കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ അത് സർക്കിൾ ചെയ്യുക. അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ററാക്റ്റീവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പഠിക്കണം കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുക അറിയോ? അപ്പോൾ നമുക്ക് അഥവാ 2-3 സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിലും പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തായിട്ട് തോന്നിയ ആൻസർ? അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് കറക്റ്റ് ആണ്. നമുക്ക് 1, 2, 3 കറക്റ്റ് ആണ് അല്ലേ? 1, 2, 3 ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടുത്തെ ആൻസർ 1, 2, 3 ഒള്ളിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സ്പെസിഫിക് ഗ്രാവിറ്റി ആർ കറക്റ്റ്? ഇറ്റ് റിഫ്ലെക്ട്സ് ദ കോൺസെൻട്രേറ്റിംഗ് എബിലിറ്റി ഓഫ് ദ കിഡ്നീസ്. നോർമൽ വാല്യൂസ് 1.01 to 1.025. Diabetes insipidus usually produces a high specific gravity. Chronic renal failure may show a fixed low specific gravity. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? അപ്പോൾ ഇവിടെയും ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ 1ഉം 2ഉം 4ഉം ആണ് വരുന്നത്. യെസ്, ഡയബറ്റീസ് മൂന്നാമത്തെ സെന്റൻസ് ആണ് റോങ് ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്, ഇനി ഒരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രഷ് യൂറിൻ അസേർഷൻ 2 സ്റ്റേറ്റ്മെന്റുകൾ തരും. അതിൽ ഒന്നുകിൽ ഈ 2 സ്റ്റേറ്റ്മെന്റും ശരിയായിരിക്കും, ഒന്നിന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും, എയോ ബിയോ ഓപ്ഷൻ വരും. പിന്നെ ഇതിൽ ഒന്ന് റോങ് ആണെങ്കിൽ സിഒ ഡി ഓപ്ഷൻ വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തായാലും ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, അസേർഷൻ റീസണിങ്ങും കൂടെ ചെയ്ത് പോവാം. ഫ്രഷ് യൂറിൻ ഷുഡ് ബി എക്സാമിൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കളക്ഷൻ. സ്റ്റാൻഡിംഗ് യൂറിൻ അണ്ടർഗോസ് ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ ഓഫ് യൂറിയ കോസിംഗ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. യെസ്, രണ്ടും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ എ ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? Polyuria, diabetes insipidus, oliguria, acute renal failure, anuria, less than 50 ml urine in 12 hours, polyuria, severe dehydration. Match the following. ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ച് തരുന്നതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം, അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം, മാച്ച് ദ ഫോളോയിങ് വരാം. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ ഏതാണ്? അപ്പോൾ ഇവിടെ നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആലോചിക്കുക. നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ഏതാണ്? പോളിയൂറിയ ആണോ സിവിയർ ഡീഹൈഡ്രേഷനിൽ വരിക? അല്ല. ലോജിക്ക് ഉപയോഗിച്ച് പഠിക്കാത്തവർക്ക് പോലും എഴുതാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ചെറിയ ടോപ്പിക് ക്ലിനിക്കൽ പത്തോളജിയിലുള്ള യൂറിൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിച്ചത്. അതിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ക്ലാസ്സിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്